അമ്മേ, എന്താ അമ്മേ ഇത്? എന്താ? ഊണിന് സമയമായിട്ടും അതിനുള്ള ഒരുക്കങ്ങളൊന്നും ചെയ്യാതെ രണ്ടുപേര് ഇവിടെ വന്ന് നിൽക്കുന്ന എന്തിനാന്നാ ചോദിച്ചത്. അല്ല അതെ, പിന്നെ ജംഗ്ഷനിൽ പാർട്ടിയുടെ സമരം നടക്കുന്നോണ്ടേ ഇന്ന് ചിലപ്പോ ഊണിന് ആള് കൂടുതൽ കാണുമെന്ന് പറയായിരുന്നു. പക്ഷേ അർജുനേട്ടന്റെ കാര്യം എന്തോ പറയുന്ന കേട്ടല്ലോ. അർജുനെ കാണാൻ പോയിട്ട് നീ വന്നില്ലല്ലോ എന്ന് പറഞ്ഞതാ. വിളമ്പാൻ ആള് വേണ്ടേ? ഹലോ, നമസ്കാരം. നമസ്കാരം. ഇന്നെന്താ വിശേഷം ഉണ്ടല്ലോ? എന്താ മൂന്നിനോടെ മാറി ഇന്നൊരു ഡിസ്കഷൻ? അതെ. അല്ല, എന്തെങ്കിലും സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കാനാണോ? ആ, തട്ടിൽ ചുട്ട ദോശയും മീൻ അവിയലും ചിക്കൻ നിർത്തിപ്പൊരിച്ചതും അതാ ഇന്നത്തെ സ്പെഷ്യല്. പോരാന്നുണ്ടെങ്കിൽ മുളകെണ്ണയിൽ പൊരിച്ചെടുത്ത കോൺ ഐസ്ക്രീമും ഉണ്ട്. എന്താ അത്രയും മതിയോ ലെക്ചർ സാറിന്? അല്ല, ഞാനത് പിന്നെ ഊണിനല്ലേ വന്നത്. സാർ പോയിരുന്നാട്ടെ, ഇല ഇപ്പൊ കൊണ്ടുവരും. എന്തു അടി? ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ചെരുപ്പിട്ടിട്ടില്ലല്ലോ, എന്തു പറ്റി? ഞാനവിടെ വെച്ചിട്ട് പോയ ചെരുപ്പ് കിട്ടിയില്ലേ? അതോ ആൾക്കുള്ളതാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലാവാതിരിക്കാൻ ഒരു വഴിയില്ലല്ലോ. എന്തായാലും വിളമ്പാൻ വേണ്ടി അടുത്ത് വരുമല്ലോ, അപ്പ ചോദിക്കാൻ ചെരുപ്പിന്റെ കാര്യം. അതെ, അതെ, ഇതെന്തൊരു സ്പീഡ്! ഇത് PSLVയുടെ റോക്കറ്റ് പോലെ. ഈ 4-5 സെക്കൻഡ് സമയത്തിനുള്ളിൽ എന്ത് ചോദിക്കാന്? ഞാനൊരു ചെരുപ്പ്. ഇവിടെ അല്പം കറി വരുന്നു. ഡെസ്ക് ഒന്ന് ഇടിച്ച് പൊളിക്കണ്ട ചേട്ടാ. എന്ത് ചോദിച്ചാലും ഇവിടെ ഉണ്ടെങ്കിൽ തരും. അതാ ശാരദാമ്മയുടെ കുടുംബശ്രീ. ഓ, ആയിക്കോട്ടെ. ചേട്ടന്റെ കാര്യം നോക്ക്. പരിപ്പൊഴിക്കട്ടെ? സാമ്പാർ മതി. ഓ, അത് ശരി. അപ്പൊ സാറിന്റെ ഇഷ്ടങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? രാജ ചേച്ചി, ഇവിടെ സാമ്പാർ അതാ വരുന്നു. ഇവളാരി? മതി മതി. എത്രയാ? 50. ഓ ശരി. ശാരദാമ്മേ, ഓ ശാരദാമ്മേ,
ആ നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ശുക്രൻ തെളിഞ്ഞു വരികയാണല്ലോ. എന്താ മുരുകണ? നിങ്ങളുടെ ഈ പൊന്നുംകുടൻ ശാരിക മോൾക്ക് നല്ല ചുകാന്ന് ചെമ്പഴങ്ങ പോലെ ചാമ്പയ്ക്ക പോലെയുള്ള പയ്യന്മാര്. അതും തറവാടിത്തവും കുടുംബമഹിമയും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ളവര്. ചീട്ടുകുത്തുപോലെ നിരത്തി വച്ചിരിക്കല്ലേ ഫോട്ടോകള്. ഇതാണ് പുതിയ ഫോട്ടോകൾ. ദേ വാ, ശാരിക മോക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാ തിരഞ്ഞെടുക്കാം. മുരുകണ്ണ ഊണ് കഴിച്ചാണോ? ഓ, വരുന്ന വഴിക്ക് നമ്മുടെ തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വയറ് പൊട്ടും പോലെ കഴിപ്പിച്ചിട്ടാ അവര് വിട്ടത്. എന്നാ നമുക്ക് വീട്ടിലേക്ക് ഇരിക്കാം അങ്കിളെ. ഫോട്ടോയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഓ എന്നാ ശരി, വന്നാട്ടെ. ഈ മുരുകണ്ണൻ ഒരു ആലോചന ഉണ്ടെന്നാ അത് നടക്കുന്ന നോക്കിയാ കൊണ്ടുവരൂ. നിങ്ങൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. നീ എന്താ ഇവിടെ നിക്കുന്നേ? വീട്ടിലോട്ട് ചെല്ലു ശാരി. ചായ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ശാരദാമ്മയുടെ ഒരു കാര്യം. അതെ, എങ്ങനുണ്ട്? ഫോട്ടോകൾ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. അല്ല, മനസ്സിലായില്ല മോളെ. ആരെ കാണിക്കാനാ? അതൊക്കെയുണ്ട്. ഈ പുള്ളിക്കാരന്റെ കല്യാണം മാത്രമല്ല, സ്ഥിരമായിട്ടൊരു വീടും നല്ല ടേസ്റ്റി ഫുഡും ഒക്കെ ഏർപ്പാടാക്കി കൊടുക്കാനുള്ള ഒരു വകുപ്പ് എന്റെ കയ്യിലുണ്ട് ഇപ്പൊ. പബ്ലിക് ന്യൂസൻസ്, ബിട്രേ. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും പറയുന്നത് ശാലിനി മോളായതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കില്ല. അത് മോള് തന്നെ അങ്ങ് വെച്ചോ. ഇയാൾക്ക് എന്നെ പൊതുസ്ഥലത്ത് വെച്ച് കെട്ടിപ്പിടിക്കാനുള്ള അവകാശമുണ്ട്. ഇയാളാണ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ, വിഷ്ണു. പെൺകുട്ടികളുടെ ജീവിതം പന്താടുന്നതൊരു പ്രൊഫഷനാക്കി മാറ്റിയിരിക്കല്ലേ? നിന്റെ നല്ല സമയമാ മോനെ. പെട്ടത് ശാലിനിയുടെ കൈ തന്നെ. ശരിയാക്കി തരാം. ചായ കുടിച്ചാട്ടെ. അതെ ചേച്ചി, ഈ പയ്യൻ നന്നായിട്ടുണ്ടോന്ന് നോക്കിക്കേ. അതെ, എനിക്കും നിനക്കും അല്ല ഇഷ്ടപ്പെടേണ്ടത്, ആ നിൽക്കുന്ന ശാരി ചേച്ചിക്ക. ചേച്ചിയുടെ ഇഷ്ടം എന്താന്ന് ആർക്കറിയാം? നീ ആ ഫോട്ടോയൊക്കെ അങ്ങോട്ട് കൊടുക്ക്. തന്നെ നോക്ക്.
കൊള്ളാൻ തോന്നുന്നു. ദേ അമ്മ ഒന്ന് നോക്കിയേ. അല്ല ഇങ്ങ് തന്നെ നോക്കട്ടെ. ആ ഇത് നല്ല ഫസ്റ്റ് ക്ലാസ് പയ്യനാ. ജോലി ലാറ്റക്സില്. നല്ല തറവാടിയാ. ആവശ്യത്തിന് വീടും സ്വത്തും ബാധ്യതകളൊന്നുമില്ല. കൂടാതെ സ്വന്തമായ കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീടും വെച്ചു. കല്യാണം കഴിഞ്ഞ് പാലും കാച്ചി കയറി താമസിക്കാൻ വേണ്ടി ഇരിക്കുക. മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർന്നേ ഞാൻ പറയും. ആഹാ, മുരുകനങ്ങളിന് ഇപ്പൊ ഇംഗ്ലീഷൊക്കെ അറിയാമോ? തൊഴിലിന് വേണ്ടി ഇംഗ്ലീഷ് തോടാ തോടാ. ജീവിച്ചു പോണ്ടേ മോളെ. ശാന്തേ, ദേ വരുന്നു. ഇതാ ശാരിയെ കൊച്ചിന്റെ കല്യാണമൊക്കെ ആയോ? ആലോചനയൊക്കെ തുടങ്ങുന്നേ ഉള്ളു കാതൃക്ക. നേരത്തെ തന്നെ കല്യാണമൊക്കെ കഴിച്ചു വിടണമെന്നുണ്ടായിരുന്നു ശാരദാമ്മയ്ക്ക്. അതിന്റെ കൂടെയുള്ള കുട്ടികളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ ചുറ്റുപാടുകളൊന്നും ഒത്തുവന്നില്ല. പിന്നെ അച്ഛൻ അതങ്ങനെ ഒരു തലതിരിവ്. ജീവിക്കാനുള്ള തത്രപ്പാടിനിടയില് അതിനെ മാത്രം അധികം പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല ശാരദാമ്മയ്ക്ക്. എന്നാലും പഠിക്കാൻ അത്ര മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. പഠിക്കണ്ടെന്നൊന്നും ശാരദാമ്മ പറഞ്ഞിട്ടുമില്ല. മുണ്ട് മുറുക്കി കൊടുത്താണെങ്കിലും ശാരദാമ്മ അവളെ പഠിപ്പിച്ചേനെ. പക്ഷേ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് ഒരു ദിവസം ശാരിക തന്നെ പറഞ്ഞു, എനിക്കിനി അധികം പഠിക്കണ്ടെന്ന്. ചെറുപ്രായത്തിലെ അവള് വഴിയൊഴിഞ്ഞു കൊടുത്തത് അനിയത്തിമാർക്ക്. അതുകൊണ്ടാ ശാലിനിക്കും ക്ഷാമയ്ക്കും ഒക്കെ ഇത്രയും പഠിക്കാനായത്. അതിന്റെ ആ നല്ല മനസ്സും ആ മുഖശ്രീയും വെച്ചാണെങ്കിൽ എന്നേ നല്ലൊരു ബന്ധം കിട്ടേണ്ടതാ. ഇവിടുത്തെ അടുക്കളയിൽ പുകയും കരിയും പിടിച്ച് കിടക്കേണ്ട ആളേ അല്ല. തനിത്തങ്കം ശാരിക, തനിത്തങ്കം. നോക്കിക്കോ നിങ്ങള്, ഇപ്പൊ വന്നതിൽ നല്ലൊരു ആലോചന നടക്കും. ആ കൊച്ചിന്റെ നല്ല മനസ്സിന് പ്രതിഫലം കൊടുക്കാതിരിക്കുവോ ഭഗവാൻ? ശാരദാമ്മ നോക്കിയിട്ട് ഒരു തീരുമാനം എന്താന്ന് പറഞ്ഞില്ല. ഇത് വേണ്ട മുരുകണ്ണ. ശരി, അത് വേണ്ടെങ്കി വേണ്ട. വേറെ നല്ല പയ്യന്മാരുണ്ടല്ലോ. അതല്ല മുരുകണ്ണ, ശാരിക്ക് ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം വേണ്ടെന്നാ എന്റെ തീരുമാനം. അമ്മ എന്തായി പറയുന്നത്? കല്യാണം വേണ്ടെന്നോ? അതെ, എടുപിടിയുന്നൊരു തീരുമാനം വേണ്ട. ആലോചിച്ച് സാവകാശം മതിയല്ല. അമ്മ എന്തായി പറയുന്നത്? ശാരികേച്ചിയുടെ കല്യാണം വൈകി പോയിന്നും പറഞ്ഞ് അമ്മ തന്നെയല്ലേ തിരക്ക് കാണിച്ചോണ്ടിരുന്നേ? ഈ മുരുകൻ അങ്കിളിനെ വിളിച്ചു വരുത്തിയതും അമ്മയാണെന്നത് മറന്നോ? എന്നിട്ടിപ്പൊ നമുക്ക് ചേരുന്ന ഒരു ആലോചനയായിട്ട് വരുമ്പോ അമ്മ ഇപ്പൊ അത് വേണ്ടാന്ന് പറയുവാണോ? വേണ്ടെന്നല്ല, കുറച്ച് സാവകാശം വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതെ, എങ്ങനെ വളച്ചൊടിച്ച് പറഞ്ഞാലും ആരോടുള്ള ദേഷ്യത്തിലാ അമ്മയുടെ ഈ തീരുമാനമൊന്നും അറിഞ്ഞാ കൊള്ളായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വാക്ക് മാറ്റാനുള്ള കാരണം എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. അമ്മയല്ല കാരണക്കാരി. ഞാനാ പറഞ്ഞത് എനിക്ക് ഉടനെ ഒരു കല്യാണം വേണ്ടാന്ന്. ആര് പറഞ്ഞാലും ശരി, ഇപ്പോഴത്തെ ഈ മലക്കം മറിച്ചിലിന് പിന്നിലെ കാരണം അറിയണമെന്നാ ഞാൻ പറഞ്ഞത്. ഇതുവരെ ഈ ആലോചന എല്ലാം നടന്നത് ചേച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ? അന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. മറ്റു പെൺകുട്ടികളെ പോലെ വിവാഹത്തോട് വിയോജിപ്പുണ്ടാകാൻ ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരു ഇഷ്ടങ്ങളും ഉണ്ടാവില്ല എന്നും എനിക്കറിയാം. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് ശാരിയേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താന്ന് തിരക്കിയിട്ടുണ്ടാവുമല്ലോ അമ്മ. അതെന്താന്ന് പറയും, ഞങ്ങളും കേക്കട്ടെ കാര്യം എന്താന്ന്.
എനിക്കറിയാം അമ്മയുടെ മൗനാനുവാദം ഇല്ലാതെ ശാരിയേച്ചി ഒന്നും ചെയ്യില്ലാന്ന്. അതല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയാ. അല്ലെങ്കിലും മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടങ്ങളും ജീവിതവും ഒക്കെ മാറ്റിവെച്ചു. ഇനി അത് വേണ്ട. ചേച്ചി ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്നു പറയും, ഈ പയ്യനെ ചേച്ചിക്ക് ഇഷ്ടമായില്ലേ? കണ്ടില്ലേ, ചേച്ചിക്ക് പയ്യനെ ഇഷ്ടമായി. ഉടനെ കല്യാണം വേണ്ടാന്ന് ചേച്ചിയാ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. ഇനി വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മയുടെ പ്രശ്നം എന്താന്ന് പറയേ. പണത്തിന്റെ കാര്യം ഓർത്താണോ? പിടിക്ക് ശാരദേ. ഇത് വേണ്ട ഗോപാലേട്ടാ. നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നതാ. പിടിക്കത്. അതോ മുൻ ഭർത്താവ് വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് കരുതിയാണോ? അമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അമ്മയൊന്ന് മുന്നിൽ നിന്ന് തന്നാ മാത്രം മതി. ബാക്കിയൊക്കെ അതിന്റെ വഴി അങ്ങ് നടന്നോളൂ. അതെ അതെ, ഇങ്ങനെയൊക്കെ തന്നെയാ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. മുൻകൂട്ടി എല്ലാം കരുതി വെക്കാൻ വലിയ കാശുള്ളവർക്കല്ലേ പറ്റുള്ളൂ. നമ്മൾ ഇടത്തരക്കാരുടെ കാര്യത്തില് കല്യാണം വരുമ്പോ എല്ലാവരും അങ്ങ് സഹകരിക്കും. അതങ്ങ് നടന്നോളും, അത്ര തന്നെ. അത് തന്നെ മുരുകനങ്കിൾ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ചെറുക്കന്റെ വീട്ടുകാരോട് എത്രയും പെട്ടെന്ന് വന്ന് ശാരിയച്ചെ കാണാൻ പറയണം. ഈ പയ്യന്റെ വീട്ടുകാരാണെങ്കിൽ നാളെ തന്നെ വരാൻ റെഡിയാ. അപ്പൊ നാളെ തന്നെ ആയിക്കോട്ടെ, വൈകിക്കണ്ട. അതിങ്ങ തന്നെ. അപ്പോ ശരി ശാരദാമ്മേ, ഞാൻ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. എന്നാ നമുക്ക് നാളെ കാണാം. ശാന്തേച്ചി. എന്താ മോളെ, നല്ല സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കേണ്ട സമയം തന്നെയാ ശാന്തേച്ചി. ശാരിയേച്ചിയെ പെണ്ണ് കാണാൻ ഒരു പയ്യൻ വരുന്നു നാളെ തന്നെ. എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണം. ആഹാ, ശാരി വന്നത് നന്നായി. ശാരിയുടെ കൈകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീറ്റ്സ് തന്നാട്ടെ. ശാരദമ്മയുടെ വീട്ടിലെ ആദ്യത്തെ വിശേഷമല്ലേ, നമുക്കിത് പൊടി പൊടിക്കണം. ഈ കല്യാണം നടക്കുമ്പോളെ ദീർഘസുമംഗലെ ഒരു 100 വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കും നിന്നെ. നോക്കിക്കോ. സാറിന് സ്വീറ്റ്സ് കൊടുക്കുമല്ലേ ചേച്ചി? വേണ്ട. വേണ്ടെന്ന് പറയില്ല സാറേ. ശാരിയേച്ചി ഇനി അധികം നാൾ ഈ കടയിലുണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കൈപ്പുണ്യമുള്ളത് ശാരിയേച്ചിക്കാ. അതനുഭവിക്കാനുള്ള അവസാന നാളുകളായത്. സാറ് മധുരം കഴിക്കേ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇഷ്ടമാണെന്നുള്ള വിവരം ഇനിയും ശാരികയെ അറിയിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്.
അത് തന്നെ വഴി.